ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂണിക് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. അത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ ഇതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നാരങ്ങ നീരിന് പകരം നമുക്ക് വിനിഗറും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ടുകളെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മളിതിലേക്ക് നാരങ്ങാ നീരൂടെ ചേർക്കുന്നതുകൊണ്ട് പുളി അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങായുടെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നാരങ്ങാ നീരിന് പകരം വിനിഗറൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ഈ മസാല തയ്യാറാക്കി എടുക്കാനായിട്ട്. മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കനിലേക്ക് ഈ മസാലയൊന്ന് പുരട്ടി കൊടുക്കാം. ചിക്കൻ ഇതുപോലെ നല്ലതുപോലെ വരഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ മസാലയൊന്നും ചിക്കൻ പിടിക്കില്ല. നല്ലപോലെ നമുക്കൊന്ന് മസാല തേച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഉള്ളിലോട്ടുകൂടെ നല്ലപോലെ മസാല തേച്ച് കൊടുക്കണം. ഉൾഭാഗത്തെല്ലാം നല്ലപോലെ ഇതുപോലെ തേച്ച് കൊടുക്കണം. മസാലയൊക്കെ തേച്ച് ചിക്കൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലോട്ട് ഞാൻ മാറ്റുകയാണ്. ഇതിന് ഫ്രിഡ്ജിലൊരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എങ്കിൽ മാത്രമേ മസാലയൊക്കെ നല്ലപോലെ പിടിക്കത്തുള്ളൂ. 5 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്ത് വെച്ചിരിക്കുകയാണ്. അരമണിക്കൂർ മുന്നേ എടുത്ത് വെച്ചു, തണുപ്പ് മാറാൻ വേണ്ടി. ഇനി ഇതിൻ്റെ കാല് രണ്ടും കൂടെ വേണ്ട ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ കാലങ്ങ് വിട്ടുപോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊന്ന് കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഞാനൊരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷമാണ് ചിക്കൻ ഇടേണ്ടത്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിക്കണം. ഓരോ ചിക്കൻ്റെ വേവ് അനുസരിച്ചാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഞാനിവിടെ കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ ഒന്ന് ചൂടായി വരട്ടെ. ഓയിലിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എടുത്തിടുമ്പോൾ സൂക്ഷിച്ചിടണം. ചിക്കൻ നല്ലപോലെ വെന്തതാണ്. അത് വിട്ടുപോകാതെ ചെറുകെ എടുത്ത് വേണം പാനിലേക്ക് വെക്കാനായിട്ട്. ചിക്കൻ്റെ ഒരു ഭാഗം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ചെറുകെ തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചിക്കൻ അങ്ങ് വിട്ടുപോകും. കാരണം നല്ലപോലെ വെന്തതാണ്. ആ സൈഡൂടെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
ചിക്കൻ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, രണ്ട് സൈഡും. വളരെ ടേസ്റ്റിയാണ്. അതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ എളുപ്പമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ കൊച്ചു ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.